റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിന്റെ രചയിതാവായിട്ടുള്ള റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ ചില കാര്യങ്ങൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ വിവർത്തനം നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതായത് ഇറാൻ യുദ്ധവും എണ്ണവില വർധനവും ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന 3 രാജ്യങ്ങൾ റഷ്യ, അമേരിക്ക, പിന്നെ ഇന്ത്യ എന്നതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോസ്റ്റിന്റെ തലക്കെട്ടെന്ന് തന്നെ പറയുന്നത്. റഷ്യ യുദ്ധം ചെയ്യാതെ ജയിക്കുന്നവർ എന്നാണ് അദ്ദേഹം പറയുന്നത്. റഷ്യയുടെ നേട്ടത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. യുദ്ധത്തിന് മുൻപ് റഷ്യൻ എണ്ണ ആഗോള വിപണിയേക്കാൾ ബാരലിന് $10-13 കുറഞ്ഞ നിരക്കിലാണ് വിറ്റിരുന്നത്. ഉപരോധങ്ങൾ കാരണം അവരുടെ വരുമാനം 2020 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു. ഇന്നുണ്ടായിരിക്കുന്ന മാറ്റം, അതായത് യുദ്ധത്തിന് ശേഷം, ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുണ്ടായ മാറ്റം, റഷ്യ ആഗോള നിരക്കിനേക്കാൾ $4-5 കൂടുതൽ വാങ്ങിയാണ് എണ്ണ വിൽക്കുന്നത്. എന്ന് വെച്ചാൽ നേരത്തെ ആഗോള നിരക്കിനേക്കാൾ ബാരലിന് $10-13 കുറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന റഷ്യ ഇന്ന് ആഗോള നിരക്കിനേക്കാൾ ഏകദേശം $4-5 കൂട്ടിയാണ് എണ്ണ വിൽക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ബാരലിന് $18 വ്യത്യാസം ഉണ്ടായി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാലും റഷ്യയ്ക്ക് ഒരു പ്രശ്നമേ അല്ല. കാരണം അവർക്ക് എണ്ണ എത്തിക്കാൻ മറ്റ് പൈപ്പ് ലൈനുകളുണ്ട്. ഈ യുദ്ധത്തിൽ ഒരു മിസൈൽ പോലും തൊടുക്കാതെ റഷ്യ വലിയ സാമ്പത്തിക ലാഭം കൊയ്യുന്നുവെന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. ഇനി രണ്ടാമത്തേതായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് സങ്കീർണമായ ലാഭമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എണ്ണവില ബാരലിന് $114 കടന്നതോടെ അമേരിക്കയിലെ ഷെയിൽ ഓയിൽ നിർമ്മാതാക്കളും അതുപോലെ തന്നെ LNG കയറ്റുമതിക്കാരും വലിയ ലാഭമുണ്ടാക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. കമ്പനികൾ ആഘോഷിക്കുന്ന സമയത്ത് പക്ഷേ സാധാരണക്കാരായിട്ടുള്ള അമേരിക്കക്കാരൻ ഒരു ഗാലൻ പെട്രോളിന് $4 നൽകേണ്ടി വരുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ യുദ്ധം റഷ്യയ്ക്ക് പൂർണ്ണമായിട്ടും ലാഭമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അമേരിക്കയ്ക്ക് ഒരേ സമയം ലാഭവും നഷ്ടവും, അതായത് വിജയവും പരാജയവുമാണ് നൽകുന്നത്. അമേരിക്കയിലെ ജനങ്ങൾക്ക് പരാജയമാണെങ്കിൽ അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ ബിസിനസ്സുകാർക്ക് ലാഭമുണ്ടാക്കാൻ പറ്റിയൊരു അവസരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയെ അദ്ദേഹം ചെസ് കളിക്കുന്ന തന്ത്രജ്ഞർ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. എവിടെയോ കിടക്കുന്ന ഒരാളല്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ ഇന്ത്യ ചെസ് കളിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യക്ക് 74 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരമുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ വിലക്കുറവിൽ എണ്ണ വാങ്ങാൻ അമേരിക്ക പോലും ഇന്ത്യയോട് ആവശ്യപ്പെടുകയാണ്. ഈ അവസരം ഇന്ത്യ വളരെ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തുകയാണ്. കുറഞ്ഞ വിലയ്ക്ക് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുക, അത് ശുദ്ധീകരിച്ച് ഇന്ധനത്തിനായി കൊതിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഉയർന്ന വിലയ്ക്ക് വിൽക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളിൽ ഒന്നായിട്ട് അങ്ങനെ ഇന്ത്യ മാറുകയാണ്. യുദ്ധത്തിനിടയിലും അമേരിക്ക, റഷ്യ, ഇസ്രായേൽ, ഇറാൻ എന്നീ രാജ്യങ്ങളുമായിട്ട് ഒരുപോലെ ബന്ധം നിലനിർത്താൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. എല്ലാവരും ഒരു ബാക്ക് ചാനലായിട്ട് ഇന്ത്യയെ ഉപയോഗിക്കുന്നു. ഇത് വലിയ ഒരു പദവിയാണ്. അങ്ങനെ ഒരു മധ്യസ്ഥനായ ശക്തിയെ ലോകരാജ്യങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ചരിത്രത്തിലെ എല്ലാ വലിയ യുദ്ധങ്ങളിലും ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് യുദ്ധം ചെയ്യുന്നവരല്ല, മറിച്ച് ലോകത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ശരിയായ സമയത്ത് വിൽക്കാൻ കഴിയുന്ന കൃത്യമായ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച രാജ്യങ്ങളാണ്. യുദ്ധങ്ങൾ പരാജിതരെ മാത്രമല്ല വിജയികളെയും സൃഷ്ടിക്കുന്നു. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, പ്രസിദ്ധനാണ്. അതായത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് റോബർട്ട് കിയോസാക്കി. അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പങ്കുവച്ചത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭരണകൂടം, നമ്മുടെ രാജ്യത്തിന്റെ നിലവിലെ ഭരണകൂടം തങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ അവസരങ്ങളാക്കി എങ്ങനെ മാറ്റുന്നുവെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ പലരും പറയുന്നു ഇന്ത്യ തകർന്നു, ഇന്ത്യ അങ്ങനെയാണ്, ഇന്ത്യ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാജമായ പ്രചാരണങ്ങൾ നടത്തുന്നതിനിടയിലും ഇന്ത്യ ഗവൺമെന്റ് എങ്ങനെ ഓരോ സാഹചര്യങ്ങളെയും നമ്മുടെ രാജ്യത്തിന് അനുകൂലമാക്കി മാറ്റാം, എങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി അതിനെ എടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ത്യ ഗവൺമെന്റ് നോക്കുന്നത്. ഇന്ത്യ ഇത് വളരെ മുന്നേ തന്നെ പിന്തുടരുന്ന ഒരു രീതിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ലോകരാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അത് തനതായ രീതിയിൽ ഉപയോഗപ്പെടുത്തി. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ റഷ്യയിൽ നിന്ന് വലിയ വിലക്കുറവിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങി. ഈ എണ്ണ ഇന്ത്യയിലെ റിഫൈനറികളിൽ ശുദ്ധീകരിച്ചിട്ട് ഡീസലായും പെട്രോളായും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് തന്നെ ഉയർന്ന വിലയ്ക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്തു. ആഭ്യന്തര വിപണിയിൽ എണ്ണവില വലിയ തോതിൽ ഉയരാതെ പിടിച്ചു നിർത്താനും അതേസമയം തന്നെ വിദേശ നാണ്യം നേടാനും ഇതിലൂടെ ഇന്ത്യക്ക് കഴിഞ്ഞു. കോവിഡ് കാലത്തിന് ശേഷമുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാലും ഇന്ത്യ എങ്ങനെയാണ് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയെന്ന് കാണാൻ കഴിയും.
കോവിഡ് കാലത്തിന് ശേഷം ആഗോള കമ്പനികൾ ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ഈ പ്രതിസന്ധിയെ ഇന്ത്യ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ആപ്പിൾ, സാംസങ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ തങ്ങളുടെ ഉൽപാദനത്തിന്റെ ഒരു ഭാഗം ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മാറ്റി. ഇത് പെട്ടെന്നുണ്ടായതല്ല. ഇന്ത്യ തന്ത്രപരമായി ആ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തിയത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതികൾ, PLI പദ്ധതികൾ വിദേശ നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചു. ഇത് മേക്കിംഗ് ഇന്ത്യ പദ്ധതിക്ക് വലിയ കരുത്തായി. ഈ അടുത്തിടെ ചൈന ഇതിനെതിരെയാണ് രംഗത്ത് വന്നത്. ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് തങ്ങളുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണ്. ആഗോളതലത്തില് ബാങ്കിംഗ് മേഖലയും വിനിമയ സംവിധാനങ്ങളും പ്രതിസന്ധി നേരിട്ടപ്പോഴും ഇന്ത്യ മറ്റൊരു സ്ട്രാറ്റജിയുമായി വന്നു. ഇന്ത്യയുടെ UPI ആണ് ലോകത്തിന് തന്നെ പിന്നീട് മാതൃകയായിട്ട് മാറിയത്. നോട്ട് നിരോധനം പോലെയുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ ഡിജിറ്റൽ പേയ്മെന്റുകളാണ് സഹായിച്ചത്. ഇന്ന് സിംഗപ്പൂരും UAEയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ UPI സാങ്കേതികവിദ്യ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ഇന്ത്യയുടെ സോഫ്റ്റ് പവർ എന്താണ് എന്ന് ലോകം കണ്ട നിമിഷങ്ങളായിരുന്നു. ലോകം 2 ചേരികളായി തിരിയുമ്പോഴൊക്കെ ഒരു ചേരിയുടെയും ഭാഗമാകാതെ ഒന്നുകിൽ ചേരി ചേരാ നയം സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാ ചേരികളുമായും സഹകരിച്ചുകൊണ്ടോ ഇന്ത്യ വ്യത്യസ്തമായ നിലപാടാണ് എപ്പോഴും എടുക്കുന്നത്. ഒരേ സമയം അമേരിക്കയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെടുമ്പോഴും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരാൻ ഇന്ത്യക്ക് അങ്ങനെയാണ് കഴിയുന്നത്. ഇസ്രയേൽ, ഇറാൻ അല്ലെങ്കിൽ റഷ്യ, യുക്രൈൻ വിഷയങ്ങളിൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട്, വിശ്വസ്ത രാജ്യമായിട്ട് അങ്ങനെയാണ് ഇന്ത്യ വളർന്നത്. മുമ്പ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ഒന്നാമതായിരുന്ന ഇന്ത്യ ഇപ്പോൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളായിട്ട് മാറി. അവിടെയും റഷ്യയുടെ സാഹചര്യങ്ങളെയാണ് ഇന്ത്യ ഉപയോഗപ്പെടുത്തിയത്. റഷ്യ വലിയ രീതിയിലുള്ള ഉപരോധങ്ങൾ ലോക രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടു, യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ വന്ന സമയത്ത് റഷ്യൻ ആയുധങ്ങൾ സ്ഥിരമായി വാങ്ങിയിരുന്ന പല രാജ്യങ്ങൾക്കും അത് വാങ്ങാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഈ അവസരവും ഇന്ത്യ തന്നെയാണ് ബുദ്ധിപരമായി വിനിയോഗിച്ചത്. റഷ്യയുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകാതെ അവരെ തങ്ങളുടെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. എന്ന് മാത്രമല്ല, റഷ്യൻ ആയുധങ്ങൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഇന്ത്യക്ക് മാത്രമേ റഷ്യൻ ആയുധങ്ങളുടെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അർമേനിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരികയുമാണ്. ഫിലിപ്പീൻസിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. ആ പ്രതിസന്ധിയെയും ഇന്ത്യ ഫിലിപ്പീൻസുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ചൈന ഫിലിപ്പീൻസ് സംഘർഷം ശക്തമായി നിന്നിരുന്ന സമയത്താണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ നൽകാനായിട്ട് തീരുമാനിക്കുന്നത് ഫിലിപ്പീൻസിന്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് വരെ ഇന്ത്യക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്ന ബംഗ്ലാദേശിന് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇന്ത്യ ഇവിടെ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. സോ ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികളെയൊക്കെ തന്നെ ഓരോന്നായിട്ട് ഇന്ത്യ അതിനെ തരണം ചെയ്ത് അതിനെയൊക്കെ അവസരങ്ങളാക്കി എങ്ങനെ രാജ്യത്തിന് ഗുണമാക്കി മാറ്റാം എന്നതിലാണ് ഇന്ത്യ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇന്ത്യ ഒരു ചെസ്സ് കളിക്കുന്നതായിട്ട് പലപ്പോഴും ഈ ജിയോ പൊളിറ്റിക്സിൽ അറിയപ്പെടുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.